ഇവിടെ ഒരു ഷെഫ് ഒരു ദിവസം 6000 ലോബ്സ്റ്റർ കുക്ക് ചെയ്യും. അപ്പോൾ ഈ ഡിഷ് ഇതിലും ടേസ്റ്റിൽ കുക്ക് ചെയ്യാൻ ലോകത്ത് വേറെ ആരുമില്ല. എന്നിട്ട് ലോബ്സ്റ്ററിന് സൈഡായിട്ട് ഒരു ചാർക്കോൾ കളറിലെ ഡിപ്പ് ഉണ്ടാക്കി വെക്കുന്നു. ശേഷം പുള്ളി അടിപൊളിയായിട്ട് ഫുഡ് ഗാർണിഷ് ചെയ്ത് കുറച്ച് പണക്കാരായ ആളുകൾക്ക് കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. അപ്പൊ അതിലൊരാൾ വന്ന് ലോബ്സ്റ്റർ എടുത്ത് കഴിക്കാൻ നോക്കിയതും ഷെഫ് പറഞ്ഞ ലോബ്സ്റ്റർ മാത്രം കഴിക്കാതെ ഡിപ്പിൽ മുക്കി കഴിക്കാൻ. അങ്ങനെ അയാള് ഷെഫ് പറഞ്ഞത് കേട്ട് ലോബ്സ്റ്റർ എടുത്ത് ഡിപ്പിൽ മുക്കി കഴിക്കുകയാണ്. നോക്കുമ്പോൾ ടേസ്റ്റ് ഒരു രക്ഷയുമില്ലായിരുന്നു. അങ്ങനെ ആ പണക്കാരൻ ആ ടേസ്റ്റിലെ ചുറ്റുമുള്ളതൊക്കെ മറന്ന് അയാൾക്ക് കൊടുത്ത മുഴുവൻ ലോബ്സ്റ്ററും തിന്നു തീർക്കുന്നു. അപ്പോൾ തന്റെ ഫുഡ് ഇത്രയും ആർത്തിയിൽ കഴിക്കുന്ന പണക്കാരനെ കണ്ട ഷെഫിന് ചിരി വരികയാണ്. അങ്ങനെ ഇരിക്കവേ ഷെഫിന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ തെരുവിൽ കുക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ ഇന്റർവ്യൂവിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ ചെന്നാൽ സെയിം പോസ്റ്റിന് വേണ്ടി ഒരുപാട് പേര് കേട്ട ഷെഫുകളും വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കൊടുത്ത ഫസ്റ്റ് ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സംഭവം ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ പെൺകുട്ടി വളരെ നോർമൽ ആയിട്ട് എന്നത്തെയും പോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. മറ്റവനാണെങ്കിൽ അത് ഗാർണിഷ് ചെയ്ത് നല്ലപോലെ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഹെഡ് ഷെഫ് വന്ന പെൺകുട്ടി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഒരു സ്പൂണിൽ എടുത്ത് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് കറക്റ്റ് ഫ്രൈഡ് റൈസ്. എന്നിട്ട് അവളെ സെലക്ട് ചെയ്യാണ്.